ഹലോ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു ചെറിയ മിനി വ്ലോഗാണ്. നമ്മൾ പെട്ടെന്നുണ്ടായിട്ട് ഒരു കാലിക്കറ്റ് ട്രിപ്പ് പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് പ്ലാനറ്റോറിയത്തിലോട്ടാണ്. അപ്പോൾ അവിടെ ഒരാൾക്ക് വരുന്നത് 40 റുപ്പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ പണ്ട് ഒരു 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചപ്പോൾ പോയതായിരുന്നു. അപ്പോൾ അതിന് ഷിപ്പിയാണ് വരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. പുറത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഈ മഴ ആയതുകൊണ്ട് അവിടെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഗാലറിയും കാര്യങ്ങളൊക്കെ ഉള്ളു കാണാൻ പറ്റുക, കാരണം 3D ഷോയും കാര്യങ്ങളൊക്കെ നമുക്ക് 5 മണിക്കുള്ളായതുകൊണ്ട് അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 3 ഗാലറി ആയിട്ടാണ് ഉണ്ടത്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഗാലറിയാണ് നിങ്ങൾ കാണുന്നത്. അതൊരു ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗാലറിയാണ്. അതിൽ ഒരുപാട് നമ്മളുടെ എന്താ പറയുക, ഒരുപാട് എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സയൻസ് പഠിച്ചവർക്കൊക്കെ നമുക്കിങ്ങനെ നൊസ്റ്റു അടിക്കും കേട്ടോ ഇത് കാണുമ്പോൾ. അയ്യോ, ഇതൊക്കെ ഞാൻ പഠിച്ചതാണല്ലോ, ഫിസിക്സിൻ്റെ ന്യൂട്ടൻസിലോ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു പിയാനോ ആണ്. നമ്മൾ ഇതിൽ കുറേ നേരം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നമ്മൾ തൊടൊന്നും വേണ്ട, നമ്മൾ വെറുതെ ഇങ്ങനെ വായുവിൽ സൗണ്ട് ഉണ്ടാക്കും. അതേപോലെ ഇത് തന്നെ ഒരു തെർമൽ ഇമേജിങ് എന്ന് പറഞ്ഞ ഒരിതാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് എക്സ്പെരിമെൻ്റ് അവിടെ ആ ഒരു ഗാലറിയിൽ, ഫസ്റ്റ് ഗാലറിയിൽ ഇങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ ഇതായി. പിന്നെ ഇത് രണ്ടാമത്തേതാണ്. ഇത് മിറർ ബേസ്ഡ് ആയിരുന്നു കേട്ടോ, മിറർ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തേതായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്കറിയാലോ ഒരുപാട് നമ്മുടെ ഓരോ രൂപങ്ങളുണ്ടല്ലോ, ട്രയാങ്കിൾസ്, റെക്റ്റാങ്കിൾസ്, അതൊക്കെ മിറർ ബേസ്ഡായിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻസ് വരുന്നതായിരുന്നു. അപ്പോൾ എല്ലാത്തിലും നമ്മളിങ്ങനെ കണ്ടു. പിന്നെ ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല. റെയിനി സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല, തീരെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാതും നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാതും നമ്മൾ റിഫ്ലക്ഷൻസ്, അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോ എടുത്തു. പിന്നെ ഇവിടെ ഒരു രാവണക്കോട്ട എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം, ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ എല്ലാതും മിറർ ബേസ്ഡ് ആയിട്ടുണ്ട്. നമ്മൾക്ക് എന്താ വെച്ചാൽ ചെറിയ കുട്ടികളൊക്കെ വന്നാൽ നമുക്ക് നല്ല രസമായിട്ടുണ്ടാവും. ഇതാണ് രാവണക്കോട്ട. ഇതിലിങ്ങനെ റിഫ്ലക്ഷൻസ് വന്നിട്ട് നമ്മൾ വേ ഫൈൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലൂടെ പോയപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ എല്ലാവരും പരസ്പരം ഇങ്ങനെ കൂട്ടിമുട്ടണ പോലെയൊക്കെ തോന്നി. അങ്ങനെ അതൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത് ഇതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു അനന്തമായ കിണർ കണ്ടത്. ഇതിൻ്റെ മിറർ ബേസ്ഡ് തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ മിറർ ബേസ്ഡ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ അതിങ്ങനെ അറ്റം കാണാതെ ഇങ്ങനെ അത് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ തേർഡ് വന്നാണ് ജ്യോതിശാസ്ത്ര ഗാലറിയാണ്. ഇതിൽ കൂടുതലും പ്ലാനറ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ അത് കൂടുതലും ഇങ്ങനെ പ്ലാനറ്റ്സ്, സണ്ണ്, മൂണ് ആ ബേസ്ഡായിരുന്നു. പിന്നെ കുറച്ച് സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഗാലറിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ആസ്ട്രോണറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതും അങ്ങനെ ഞങ്ങൾക്ക് 3 ഗാലറിയും പിന്നെ ഒരു ഫിഷിൻ്റെയൊക്കെ ഒരു ഏരിയയുമാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവിടെ 3D ഷോയും പ്ലാനറ്റ് ഷോയും ഒക്കെ നമുക്ക് 5 മണിക്കായിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ വന്നോണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഇതൊക്കെ കണ്ടു. കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസൈഡിൽ നിന്ന് ഔട്ട് സൈഡിൽ നിന്നൊക്കെ എടുത്തു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ.